ഇപ്പോൾ പല കാര്യങ്ങളും പറയുന്നത് വേഗം വേഗം കുട്ടികൾക്ക് മനസ്സിലാകുന്നു, പിന്നെ വരുന്നു, ഇത്യാദികളൊക്കെ വളരെ നല്ലതാണ്. വേറൊരു നെഗറ്റീവ് അപ്രോച്ചും കാണുന്നു. ഓൾറെഡി ലിറ്ററേറ്റ് ആണെന്നുള്ള ധാരണയിൽ വരുന്ന ഒരുപാട് പേരെയും ഞങ്ങൾ കണ്ടുവരുന്നതിൻ്റെ പ്രവണത. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു 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 ദൂഷ്യമായിട്ട് എനിക്ക് കണ്ടുവരാറുള്ളത്. എനിക്ക് ഇങ്ങേറ്റം ചില ദിവസം തോന്നാറുണ്ട്, ഇവിടെ എഴുതി വെച്ചാലും ഒരു ബോർഡ്, നിങ്ങൾ ഇൻ്റർനെറ്റ് ഗുരുവിൻ്റെ സെക്കൻഡ് ഒപ്പീനിയനാണോ എൻ്റെ അടുത്തേക്ക് വരുന്നത് എങ്കിൽ 1000 രൂപ അധികം അടച്ചിട്ട് വരൂ എന്നുള്ളതും കൂടി എഴുതി വെച്ചാലോ എന്ന് പോലും തോന്നാറുണ്ട്. അതൊരു തമാശയായിട്ട് പറയണതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഓൾറെഡി അവർ ലിറ്ററേറ്റ് ആണെന്നുള്ള ധാരണയിലാണ് അവർ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന ദോഷം ഞാൻ പറയാം. ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയയിൽ നിന്ന് കിട്ടുന്നത് നമുക്കൊരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അതായത് നമുക്കൊരു കിട്ടുന്നത് ഒരു ചെറിയ അതിന് പറയുന്ന അറിവെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നേ ഉള്ളൂ. വേറെ നോളജ് അല്ലെങ്കിൽ അത് ഒരു കൺവേർട്ട് ചെയ്ത് അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം എന്നുള്ള നിലയിലേക്ക് അത് മാറ്റിയെടുക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തായിട്ട് അറിയണം, കൂടുതൽ ഡെപ്തിൽ അത് വിശകലനം ചെയ്യാനും അറിയണം. ഇത് കാണുന്നില്ല, ഈ നാട്ടിൽ ജനങ്ങളിൽ കാണുന്നില്ല. ഓൾറെഡി നമ്മളൊരു വാക്കുകൾ പറയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് കിട്ടുമോ അല്ലെങ്കിൽ സ്കാൻ റിപ്പോർട്ട് കിട്ടുമോ 3-4 സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ടുപോയി നെറ്റിൽ കയറി ഇറങ്ങി 15,000 വേറെ ആൾക്കാരോട് SMS ചെയ്തും ഫോൺ ചെയ്തും ഒക്കെ ചോദിച്ച് പിന്നെ ഓൾറെഡി കുറേ ഒപ്പീനിയൻസ് ഉണ്ടാക്കി തിരിച്ചു വന്ന് നമ്മളോട് ചില ആൾക്കാർ തട്ടിക്കയറണ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഞങ്ങളെ ഭരിക്കുന്നത് ഈ 33 വർഷവും ഇത്രയധികം വിദ്യാഭ്യാസ യോഗ്യതകളും MBBS, MD, അത് കഴിഞ്ഞ് MRCUG, അത് കഴിഞ്ഞ് ART ഇത്യാദികളൊക്കെ പഠിച്ചു വരാനായിട്ട് 10-18 കൊല്ലത്തോളം എടുത്തു. ഇതൊക്കെ എടുത്ത എന്നെ ഇത് കൂടാതെ ഈ എക്സ്പീരിയൻസ് ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്ത ഡയലോഗ് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹോം നേഴ്സസ് ആവാം, 5-10 പ്രസവ വീടുകളിൽ പോയിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ 1-2 വട്ടം പ്രസവിച്ച അമ്മമാരാവാം, അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിലെ ചേട്ടനാവാം, അയാളുടെ ഭാര്യയ്ക്ക് 2 മക്കളുണ്ട് എന്നുള്ളതായിരിക്കാം. ആര് വേണമെങ്കിലും അഭിപ്രായം പറയും. ഇത് കണ്ടുവരുമ്പോൾ നമ്മൾക്ക് അതിശയം തോന്നാറുണ്ട്. 25-30 ആൾക്കാർ നിന്നിട്ട് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഇറങ്ങി പോകുമ്പോൾ ഫോണിൽ കൂടെ ഒരു സ്ത്രീ വേറൊരാളോട് പറയാം, നടന്നത് ഇനി കുറച്ച് ദിവസം പോവാം, ഇവിടെ സിസേറിയൻ ചെയ്യാൻ വന്നേക്കുന്ന ഡോക്ടർ വന്നിട്ടില്ലാന്ന് തോന്നുന്നു, ഇവരൊന്നും അനങ്ങണ മട്ടില്ലെന്ന്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ ആരണവോ അകത്തെന്ന് എനിക്കറിയില്ല, മകളോ മരുമകളുടെ മകളോ ആരാന്നറിയില്ല, അവർ പ്രസവിച്ചു കൂട്ടോ. ഇത്തരം വ്യാഖ്യാനങ്ങൾ, അതായത് ഇവരുടെ കാഴ്ചപ്പാടിൽ വേണം നിൽക്കാനായിട്ട്. ചില നേരത്ത് ഞങ്ങളുടെ അടുത്ത് വരുന്ന കുറ്റം ഞങ്ങൾക്ക് ചിരി വരും. ചില നേരത്ത് ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് അഡ്മിറ്റ് ചെയ്തു. അതിന് രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയില്ല. അതിനെന്താ വേണ്ടത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറക്ക ഗുളിക തരണമായിരുന്നു. 10-20 പേര് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. കുട്ടികൾ, ആ പെൺകുട്ടി കിടക്കണ കുട്ടിക്ക് വേണ്ടതെന്ന് ശുശ്രൂഷ ചെയ്താൽ പോരെ, നഴ്സുമാരുടെ കടമയിൽ. ബാക്കി 20 പേരും പെടണ്ടോ ഞങ്ങൾക്കറിയാറില്ല. ഞങ്ങൾക്കറിയാം കാലത്ത് എണീറ്റ്. അപ്പം നിങ്ങളിന്ന് ഈ രാവിലെ വന്നേ, രാത്രി എനിക്ക് ഉറങ്ങണമായിരുന്നു. എൻ്റെ ഉത്തരം അത് തന്നെ. ഞാനെന്തിനാ ഇവരുടെ ഒപ്പം ഉറങ്ങാണ്ട് ഞാനും വന്ന് ഇവിടെ ഇരിക്കണേ? ഒരു മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണ ഒരു അമ്മയും മര്യാദയ്ക്ക് ഉച്ചയ്ക്ക് ഉള്ളിലും മര്യാദയ്ക്ക് ഒരു പ്രശ്നമില്ലാണ്ട് കിടക്കുന്ന ഒരു കുഞ്ഞിനെയും നട്ടപ്പാതിരയ്ക്ക് ഉണർത്തി ഉപദ്രവിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഞങ്ങൾക്കില്ല. ഇനി അഥവാ അവർ പ്രസവവേദനയിൽ പോയാൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഇവർ 7 മണിക്ക് വന്നു അഡ്മിറ്റായി എന്നുള്ളത് മാത്രമാണ് ഇവരുടെ കയ്യിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ. അതിൻ്റെ ഒപ്പം ഒരു 20 പേര് ഉറക്കൊളച്ചു. എന്താണാവോ നമ്മുടെ നാട്ടിൽ ഇതുകൊണ്ട് നേടുന്നതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഉദ്ദേശങ്ങൾ ഭയങ്കരമാണ് ഇവിടെ. ഓബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഉത്സവമാണ്, ചികിത്സാ രീതിയല്ല ഇവർക്ക്. ഒരു സോഷ്യൽ ഇവൻ്റാണ്. കല്യാണം കഴിഞ്ഞാൽ അടുത്ത സോഷ്യൽ ഇവൻറ്റ് പ്രസവം. ഒരു 20 പേര് വരണം. അതിനോടൊപ്പം ഒരു 20-40 ക്യാമറകൾ വരണം. ഫോട്ടോ എടുക്കണം, വാട്സപ്പിൽ കൂടെ അപ്പം തന്നെ അയക്കണം, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തോളണം. കടപട. ഈ കൊച്ചിന് സ്വൈര്യം കൊടുക്കാറില്ല, അമ്മയ്ക്ക് സ്വൈര്യം കൊടുക്കാറില്ല, നിൽക്കുന്ന ഡോക്ടേഴ്സിന് സ്വൈര്യം കൊടുക്കാറില്ല, അവിടുത്തെ നേഴ്സുമാർക്ക് ഒട്ടും സ്വൈര്യം കൊടുക്കില്ല. ഇതെല്ലാം അപ്പം തീർന്നു എന്ന് വിചാരിക്കാം, തീരൂല. റൂമിൽ ചെല്ലുമ്പോൾ കാണുന്ന രംഗം അതാണ്. വേറൊരു രസമുള്ള രംഗം കാണാം. റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു 8-10 ബർമൂഡ മുതൽ ഇറുക്കുള്ള നിക്കറിട്ട ചെറുപ്പക്കാർ വരെ കാണാം. ഈ പാവം പിടിച്ച കൊച്ചിന് പാഡ് മാറ്റണോ, മുലപ്പാൽ കൊടുക്കൂ എന്ന് പറഞ്ഞാണ്. ഈ മുലപ്പാൽ കൊടുക്കുന്ന സാധനത്തിന് ഒരു 10-30 പ്രേക്ഷകരുടെ ആവശ്യമുണ്ടോ എനിക്കറിയില്ല. ഇവരൊക്കെ കൂടി നിൽക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വരാനുള്ള സംഭവമാണെന്നൊന്നും നമ്മൾ കാണാറില്ല. ഇവർക്ക് എന്താ പിന്നെയും മനസ്സിലാവാത്തത്? എന്നിട്ടൊരു ഡിക്ലറേഷനാണ് 24 ഒരു 48 മണിക്കൂറാകുമ്പോൾ ഇവർക്ക് മുലപ്പാലില്ല. ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുപ്പിപ്പാൽ കൊണ്ടുവരണം എന്നാണ് അർത്ഥം.
കുപ്പിപ്പാൽ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം 1.5 ദിവസമൊക്കെ പാവം പിടിച്ച പീഡിയാട്രിഷ്യൻസ് സഹിക്കും. എന്നിട്ട് നോക്കുമ്പോൾ കൊച്ചിൻ്റെ തൂക്കം ഇതും എന്ന് പറഞ്ഞ് താന്നിട്ടുണ്ടാകും. അപ്പോൾ പീഡിയാട്രിഷ്യൻസ് പറയും ഇത് ശരിയായില്ല, ഉണങ്ങി തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും അടുത്തത് കുപ്പിപ്പാലായി. ഇത്ര നേരം കിട്ടാതെ കൊച്ചൊക്കെ ശുശൂന്ന് അതും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുലപ്പാൽ എന്ന് പറഞ്ഞ സംഭവം അതിന് വേണ്ട, പാവം അതിന് ക്ഷീണിച്ചു. ഒന്നാമത്തെ ഈ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരുവത്തിലെത്തിയേക്കാം കൊച്ച്. അത് കിടന്നുറങ്ങി. ആ കൊച്ചിനെ ഉപദ്രവിക്കാനും ഇവർക്ക് ഒരു തരത്തിൽ പോലും സ്വൈര്യം കൊടുക്കാനും ഈ നാട്ടുകാർക്ക് ഇതുവരെ ബോധോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. നട്ടപ്പാതിരിക്ക് പ്രസവം നടന്ന ഒരു ഗുണമുണ്ട്, അറ്റ്ലീസ്റ്റ് കുറച്ച് നേരത്തേക്കെങ്കിലും എല്ലാവരും സ്വൈര്യം കൊടുക്കാറുണ്ട്. പകൽ നടന്ന ഇതൊന്നും നടക്കാറില്ല. ഇതെല്ലാം കഴിഞ്ഞ് ചില നേരത്ത് പീഡിയാട്രിഷ്യൻസ് എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നേക്കണേ, ആ കൊച്ചിനൊന്നും സ്വൈര്യം കൊടുക്കാനാണെന്ന് വരെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടയ്ക്കും. ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ കടന്നുകയറ്റം, എനിക്ക് തീർച്ചയായിട്ടും ഇത് ആഘോഷത്തിൻ്റെ സമയമാണ്. ഇതിനൊരു പരിധി കൊടുത്തൂടെ? 1 മണിക്കൂറിനോ 2 മണിക്കൂറിനോ കുഞ്ഞു വന്നു അമ്മ വന്നു ആ സമയം കൊടുത്തൂടെ? പിന്നെ ചിലവരുടെ മുറിയിലേക്ക് കയറുമ്പോൾ തീക്ഷ്ണമായ ഗന്ധം കണ്ടിട്ട് ഞാൻ അതിശയിച്ചുകൊണ്ട്, ഇനി 10-15 പേര് ബിരിയാണി കഴിക്കാനായിട്ട് ഈ മുറിയിലേക്കാണോ കയറി വന്നേക്കണേ ദൈവമേ. അപ്പോൾ ഈ കൊച്ചെന്നെ എന്തായിരിക്കും ഫീല്? 2ാം ലോക മഹായുദ്ധത്തിൽ കിടക്കണോ? ബോംബിട്ട പോലത്തെ ശബ്ദത്തിൽ ഓരോരുത്തർ സംസാരിക്കണേ. എവിടെ 24 മണിക്കൂർ മുമ്പ് ഇരുട്ടത്ത് ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് മര്യാദയ്ക്ക് 37 ഡിഗ്രി ടെമ്പറേച്ചറിൽ അനങ്ങാതെ കിടന്നിരുന്ന കുഞ്ഞാണ് കേട്ടോ. പിന്നെ കൊണ്ടിട്ടേക്കണം മഹായുദ്ധ ബോംബിൻ്റെ ഇടയിൽ കുറേ തീക്ഷ്ണമായ ഗന്ധങ്ങൾ, കുറേ ഒച്ചകൾ, അതിൻ്റെ കൂടാതെ ടി വിയുടെ ഒച്ച, കുറേ ക്യാമറകൾ, ലൈറ്റുകൾ. സ്വൈര്യം എന്ന് പറഞ്ഞ സാധനം ഇതിനും കൊടുക്കൂല, അമ്മമാർക്കും കൊടുക്കൂല. ഈ മുലപ്പാൽ എന്ന് പറഞ്ഞ സംഭവം എവിടെ നിന്ന് വരാനാണെന്ന് ഞാൻ നോക്കിയിട്ട് ചില നേരത്ത് ഞാൻ ചില അമ്മമാരെ വിളിച്ചിട്ട് ഞാൻ പറയാറുണ്ട്, പ്രസവിച്ചേക്കണ ജേഴ്സി പശു ഒന്നുമല്ല, നിങ്ങളുടെ മോളാണ്. ഒന്ന് ദൈവത്തെ ഓർത്ത് എല്ലാവരും കൂടെ ഒന്ന് സ്വൈര്യം കൊടുക്കുക, എന്നാൽ ഈ പറഞ്ഞ സാധനമൊക്കെ താനേ വരും. ഇതൊക്കെ ഒന്ന് കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ എനിക്ക് എവിടെ എഴുതിയിട്ടുണ്ടെന്ന് പോലും അറിയില്ല, എവിടെയെങ്കിലും ആരോടെങ്കിലും പറയണമെന്ന് പോലും പറഞ്ഞില്ല. നമ്മൾ അവിടെ പറയാൻ നടന്നു കഴിഞ്ഞാൽ ഒരു വ്യാഖ്യാനമാണ്. ഡോക്ടർക്ക് അഹംഭാവമാണ്, ഡോക്ടർക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നില്ല. എന്താണാവോ മനസ്സിലാക്കാത്തത്? എനിക്ക് തോന്നുന്നത് അവർക്ക് അവരുടെ പ്രശ്നങ്ങളും മനസ്സിലായിട്ടില്ല. ഒരു നാഥനില്ല കളരിയായി മാറിയേക്കാണ് ഓബ്സ്റ്ററ്റിക്സ് എന്നുള്ളതാണ് തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ വന്ന് ഇപ്പോൾ വളരെ ആധുനിക ആശുപത്രികളും സിസേറിയൻ ചെയ്യുക, 1 മണിക്കൂർ 1 ദിവസം മുഴുവനും അമ്മയും കുഞ്ഞിനും വേർപെടുത്തുക, ഈ ലെവലിലേക്ക് എത്തി. അതിലെന്താ തെറ്റ്? അവർ ഡിസേർവ് ചെയ്യണതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊതുജനം നല്ല മാർഗത്തിൽ കൂടെ ജീവിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും കുട്ടികളെ വളർത്താനും ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനും ഈ ഇൻ്റർനെറ്റ് അല്ലാതെ, ഈ babycenter.com അല്ലാതെ മര്യാദയ്ക്ക് ഡോക്ടേഴ്സും നേഴ്സസും പറയുന്നത്, മിഡ്വൈസും പറയണമെന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത് അപേക്ഷയുമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഉപയോഗിക്കാനും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ മറുവശം പറയാം കേട്ടോ, ഇത് മുഴുവനും കുറ്റം മാത്രമല്ല ഞങ്ങൾ കേൾക്കുന്നത്. വേറെ ഒരു ഡോക്ടേഴ്സും കിട്ടാത്തത്രയും ചോക്ലേറ്റും കേക്കുകളും മേടിക്കണത് ഞങ്ങൾ തന്നെയാണ്. ബിസ്ക്കറ്റും മിഠായികളും ഇത്യാദികളും മേടിച്ചെടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. ഒരു ദിവസം കിട്ടണ ചില മിഠായികൾ കൈയും കണക്കുണ്ടാകാറില്ല. അതും ശരിയാ, വേറൊരിക്കലും കാണാറില്ല വേറെ. ഇനി ഞാനൊരു കമ്പാരിസൺ പറയാം. ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു സെൻറ്ററിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേക്കണം, അകത്ത് കയറ്റിയേക്കണം. അതിനൊരു അരമണിക്കൂർ മുമ്പ് വേറൊരാളെയും കയറ്റിയിട്ടുണ്ട്. മറ്റേ ആളുടെ പേരിൽ ഒരു 25 പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ വേണ്ടപ്പെട്ടവരുടെ പേരിൽ ഞാനും അധികം ആരുമില്ല. എന്തെന്ന് ഞാൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് ബാക്കി എല്ലാവരും നിലയിലും. ഞാൻ ഇതിനകത്ത് ഇടപെടാൻ പോയില്ല. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു, അതിനുള്ള ടെസ്റ്റുകൾ നടന്നു, പ്രൈമറി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു, അതൊക്കെ ചെയ്തു. അവർക്കും ഇവരോടും പറയുന്നുണ്ട്, എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നത് നേഴ്സുമാരാണ്. വന്നു പുറത്തിറങ്ങി കടലാസ് കൊടുത്തു. ഒരാളും ഒരു ഉത്തര ചോദ്യം പോലും ഇല്ലാണ്ട് ഓടിപ്പോയി എല്ലാം ചെയ്യുന്നത് കണ്ടു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്ക് ഹാർട്ട് അറ്റാക്കാണ് സ്ഥിരീകരിച്ചു, ആൻജിയോപ്ലാസ്റ്റി വേണമെന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ആൾക്ക് അയാളിതേ നടന്നു പോകണു, പോയ ആൾ അതേ സ്പീഡ് തിരിച്ച് നടന്നു വരുന്നു. അപ്പോൾ അയാൾക്ക് ഹാർട്ട് അറ്റാക്കല്ലായിരുന്നു, ഗ്യാസ് ട്രബിൾ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കേട്ട അതിനകത്തുള്ള പ്രതികരണമാണ് എന്നെ അത്ഭുതപ്പെട്ടത്. ഇവിടെ നിന്നിരുന്ന് 25 പേരും രക്ഷപ്പെട്ടു, ഇത്രയും കാശ് ചിലവാക്കിയപ്പോഴും അവർക്ക് രക്ഷപ്പെട്ടു എന്നേ തോന്നിയുള്ളൂ. ഗ്യാസ് ട്രബിൾ ആണെന്ന് തീരുമാനിക്കാനായിട്ട്. ഇതൊരു ഓബ്സ്റ്ററ്റീഷ്യൻസിൻ്റെ ഇടയിൽ നടക്കുമോ? 25 കുക്കുകൾ ഞങ്ങൾക്ക് അന്ന് സ്പോയിൽ ചെയ്യാനുണ്ടാവും. ഒരാളെയും നോർമൽ എന്നുള്ള സാധനം നോർമലാക്കി കാണാൻ ഈ നാട്ടുകാർ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇതൊരു തെറ്റായ പ്രവണതയല്ലേ? ഇത് സമൂഹം മാറി ചിന്തിക്കേണ്ടതല്ലേ? ഈ കാർഡിയോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും മാത്രമേ ഉള്ളൂ ബുദ്ധിപരമായി ചിന്തിക്കണേ?
ഞങ്ങളൊരു തലമുറയാണെന്ന് വാർത്തെടുക്കുന്നത്. ഒരു തലമുറ എന്ന് പറയുന്നത് ഒരു മനുഷ്യർ രാശിക്കുള്ള വേണ്ട ഒരു വിത്താണ് വാർത്തെടുക്കുന്നത്. അതിനുള്ള പ്രാരംഭ ദശയാണ് ഈ കാണുന്നത്. അവിടെയാണ് ഈ കടന്നുകയറ്റം ഇത്രയും കാണുന്നത്. ഇതൊരു തെറ്റല്ലേ? ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഇതാണ് എനിക്കുള്ള ഒരു പ്രധാനമായ ചോദ്യം. ഈ വാട്സപ്പ്, SMS